ലേൺ ഫാസ്റ്റ് എഡ്യൂക്കേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്റ്റാറ്റിസ്റ്റിക് ലെസൺ ഗ്രേഡ് 2 2025 എക്സാമിന് വേണ്ടിയിട്ട് നമ്മൾ എല്ലാവരും തന്നെ പഠിക്കുവാനായിട്ട് പോവുകയാണ് അല്ലെ. അതിൽ എല്ലാവർക്കും ഉള്ളൊരു സംശയമാണ്, ഏത് ജില്ലയിലേക്കാണ് നമ്മൾ അപേക്ഷിക്കേണ്ടത്, അല്ലെങ്കിൽ അപേക്ഷിച്ച് കഴിഞ്ഞവർക്ക് അറിയേണ്ട ചില കാര്യങ്ങളുണ്ട്. ആ ഒരു ജില്ലയിലെ നിയമനം കിട്ടുവാനുള്ള സാധ്യതകൾ എത്രത്തോളമാണ്. ഈ ഒരൊറ്റ വീഡിയോയിൽ തന്നെ നമ്മൾ പത്തനംതിട്ട ജില്ലയിലെ സ്റ്റാറ്റിസ്റ്റിക് ലെസൺ ഗ്രേഡ് 2 നിയമന സാധ്യതകൾ എത്രത്തോളമാണ് എന്നാണ് അനലൈസ് ചെയ്യുവാനായിട്ട് പോകുന്നത്. ശ്രദ്ധിക്കുക, പത്തനംതിട്ടയിൽ അപ്ലൈ ചെയ്തവർക്ക് വേണ്ടി മാത്രമുള്ള ഒരു വീഡിയോ അല്ല ഇത്. അപ്ലൈ ചെയ്യാൻ പോകുന്നവർക്കും അപ്ലൈ ചെയ്യണോ വേണ്ടയോ എന്ന സംശയത്തിൽ നിൽക്കുന്നവർക്കും വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഇതുപോലെ തന്നെ കേരളത്തിലെ എല്ലാ ജില്ലകളുടെയും വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ എല്ലാ ജില്ലകളുടെയും ജില്ലാ തലത്തിലുള്ള കമ്പാരിസൺ ആയിട്ടുള്ള വീഡിയോയും യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങളുടെ പത്തനംതിട്ടയിലുള്ള എല്ലാ സുഹൃത്തുക്കൾക്കും എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുവാനായിട്ട് മറക്കരുത്. അപ്പോൾ പത്തനംതിട്ട ജില്ലയിലെ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് കടക്കാം. എത്ര പേരാണ് എക്സാമിന് അപ്ലൈ ചെയ്തത് അതിനെക്കുറിച്ചുള്ള ഒരു ഡാറ്റ നമുക്ക് ലഭ്യമല്ല. എന്നാൽ എത്ര പേരാണ് പത്തനംതിട്ട ജില്ലയിൽ കൺഫർമേഷൻ നൽകിയത്? വെറും 1051 പേര് മാത്രമാണ് പത്തനംതിട്ട ജില്ലയിൽ സ്റ്റാറ്റിസ്റ്റിക് ലെസൺ ഗ്രേഡ് 2 എക്സാമിന് വേണ്ടിയിട്ട് കഴിഞ്ഞ പ്രാവശ്യം കൺഫർമേഷൻ നൽകിയത്. ഈ കൺഫർമേഷൻ നൽകുക എന്ന് പറഞ്ഞാൽ ആദ്യമായിട്ട് PSC എക്സാം എഴുതുന്നവർക്ക് ഒരു കൺഫ്യൂഷൻ ഉള്ള ഒരു കാര്യമാണ്. നമ്മുടെ എക്സാമിന് 1-2 മാസം മുമ്പായിട്ട് തന്നെ എക്സാം ഡേറ്റും സിലബസും വന്നുകൊണ്ട് ഒരു കൺഫർമേഷൻ നൽകൂ എന്നൊരു PSCയുടെ മെസ്സേജ് നമ്മുടെ PSC പ്രൊഫൈലിൽ നമുക്ക് വരും. അപ്പോൾ നമ്മൾ PSC പ്രൊഫൈലിൽ പോയിട്ട് കൺഫർമേഷൻ നൽകേണ്ടതായിട്ടുണ്ട്. ഈ ഒരു കൺഫർമേഷൻ, അതായത് നമ്മൾ എക്സാം എഴുതുവാനായിട്ട് വന്നിരിക്കുമെന്ന ആ ഒരു ഉറപ്പ്. അപ്പോൾ ഈ ഒരു കൺഫർമേഷൻ നൽകിയാൽ മാത്രമേ നമുക്ക് എക്സാം എഴുതുവാനായിട്ട് സാധിക്കുകയുള്ളൂ. പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക, ഈ ഒരു എക്സാം എഴുതുവാനായിട്ട് നമുക്ക് കൺഫർമേഷൻ നൽകേണ്ടതുണ്ട്. കൺഫർമേഷൻ നൽകാത്ത പക്ഷം നിങ്ങൾക്ക് ആ ഒരു എക്സാം എഴുതുവാനായിട്ട് സാധിക്കില്ല. അങ്ങനെ എക്സാം എഴുതാൻ പറ്റാതെ പോയിട്ടുള്ള, കൺഫർമേഷൻ കൊടുക്കാൻ മറന്നു പോയത് കൊണ്ട് ഈ ഒരു എക്സാം എഴുതാൻ പറ്റാതെ പോയിട്ടുള്ള കുറച്ച് പേര് അറിയാം. അപ്പൊ അങ്ങനെയുള്ള അബദ്ധങ്ങളൊന്നും തന്നെ പറ്റരുത്. അപ്പൊ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക. PSC പ്രൊഫൈൽ ഇടയ്ക്ക് ചെക്ക് ചെയ്യുക. ഈ കൺഫർമേഷൻ കൊടുക്കുവാനായിട്ടുള്ള മെസ്സേജ് വരുമ്പോൾ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മളുടെ യൂട്യൂബ് ചാനലിലും ടെലിഗ്രാം ഗ്രൂപ്പിലൊക്കെ തന്നെ അറിയിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഈ 1051 പേര് കൺഫർമേഷൻ നൽകിയ എല്ലാവരും തന്നെ എക്സാം എഴുതുവാനായിട്ട് വരില്ല. പല സാഹചര്യങ്ങൾ കൊണ്ട് എക്സാം എഴുതാൻ പറ്റാതെ വന്നേക്കാം. അങ്ങനെ ഈ ഒരു പത്തനംതിട്ട ജില്ലയിൽ 1051 പേരിൽ നിന്ന് വെറും 722 പേര് മാത്രമാണ് ഈ ഒരു പരീക്ഷ എഴുതിയത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, ഇതുപോലെയുള്ള ഒരു PSC പരീക്ഷ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? വെറും 722 പേര് മാത്രം മത്സരിക്കുന്ന ഒരു PSC പരീക്ഷ, ഒരു മത്സര പരീക്ഷ. എത്രത്തോളം കോമ്പറ്റീഷൻ കുറവാണല്ലേ. ഇതിൽ എത്രത്തോളം പേരായിരിക്കും വളരെ സീരിയസ് ആയിട്ട് ഒരു പരീക്ഷയ്ക്ക് വേണ്ടി പഠിച്ചിട്ടുണ്ടാവുക? എത്രത്തോളം കോമ്പറ്റീഷൻ കുറവാണ് ഈ ഒരു പരീക്ഷയ്ക്ക്. നമ്മുടെ ജനറൽ PSC പരീക്ഷയ്ക്കൊക്കെ ലക്ഷക്കണക്കിന് ആളുകളാണ് പരീക്ഷ എഴുതുന്നതും അതിനുവേണ്ടി പഠിക്കുന്നതും അല്ലെ. ഈ ഒരു ജില്ലയിൽ പത്തനംതിട്ട ജില്ലയിൽ വെറും 722 പേര് മാത്രമാണ് ഈ ഒരു പരീക്ഷ എഴുതിയത്. അതിൽ തന്നെ 35 പേരാണ് ആ ഒരു മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടത്. 35 പേര് മെയിൻ ലിസ്റ്റിൽ ഉണ്ടായിരുന്നു. അതിലെ കട്ട് ഓഫ് മാർക്ക്, ഈ ഒരു ജില്ലയുടെ കട്ട് ഓഫ് മാർക്ക് എന്ന് പറയുന്നത് 22.33 മാർക്കും ഹയസ്റ്റ് മാർക്ക് എന്ന് പറയുന്നത് 34 മാർക്കുമായിരുന്നു. അപ്പൊ 22.33 മാർക്കും അതിന് മുകളിലുമായിട്ട് വെറും 35 പേര് മാത്രമായിരുന്നു ആ ഒരു ലിസ്റ്റിൽ ഉണ്ടായിരുന്നത്. അപ്പൊ ഈ ഒരു ജില്ലയിൽ നിന്ന് എത്ര പേർക്ക് ഇതുവരെ അഡ്വൈസ് പോയി? 18 പേർക്കാണ് ഇതുവരെ പത്തനംതിട്ട ജില്ലയിൽ നിന്ന് അഡ്വൈസുകൾ പോയിട്ടുള്ളത്. അപ്പോൾ നമ്മളുടെ ഒരു അഡ്വൈസുകളുടെ എണ്ണം നോക്കിയാലും, അതുപോലെ കോമ്പറ്റീഷന്റെ എക്സാം എഴുതുന്നവരുടെ എണ്ണം നോക്കിയാലും ഇതുപോലുള്ള ഒരു പരീക്ഷ നിങ്ങൾക്ക് മറ്റെവിടെയും കാണാനായിട്ട് സാധിക്കുകയില്ല. അപ്പോൾ ഇങ്ങനെ ഒരു എക്സാം ഇപ്പൊ 2025 നടക്കാനായിട്ട് പോവുകയാണ്. ഇതുപോലൊരു അവസരം ചിലപ്പോൾ ഇനി ഒരു 2-3 വർഷം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പൊ ഇത്തരത്തിലുള്ള അവസരങ്ങൾ നിങ്ങൾ ഒരിക്കലും മിസ്സാക്കരുത്. നിങ്ങൾ ആത്മാർത്ഥമായിട്ട് പഠിക്കുക. നിങ്ങൾ നന്നായിട്ട് പരിശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ റാങ്ക് ലിസ്റ്റിൽ ഏറ്റവും ടോപ്പ് റാങ്കിൽ നിങ്ങൾക്ക് എത്താൻ കഴിയുന്നതിൽ ഒരു സംശയവുമില്ല കേട്ടോ. ഇനി നമുക്ക് മെയിൻ ലിസ്റ്റിലെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് കടക്കാം. ജനറൽ കാറ്റഗറി വിഭാഗത്തിൽ 19 പേരാണ് മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ആ ഒരു ജനറൽ കാറ്റഗറി വിഭാഗത്തിൽ തന്നെ ഏറ്റവും ഹയസ്റ്റ് മാർക്ക് എന്ന് പറയുന്നത് 34 മാർക്കും ലോവസ്റ്റ് മാർക്ക് എന്ന് പറയുന്നത് 22.33 മാർക്കായിരുന്നു. അതുപോലെ 27 ബിലോ കാറ്റഗറി റിസർവേഷനുള്ള 6 പേരാണ് ആ ഒരു മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അതിൽ ഹയസ്റ്റ് മാർക്ക് എന്ന് പറയുന്നത് 32 മാർക്കും ലോവസ്റ്റ് മാർക്ക് 23 മാർക്കുമായിരുന്നു. അതുപോലെ SC കാറ്റഗറിയിൽ 3 പേരായിരുന്നു മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അതിൽ ഹയസ്റ്റ് മാർക്ക് എന്ന് പറയുന്നത് 26.67 മാർക്കും ലോവസ്റ്റ് മാർക്ക് എന്ന് പറയുന്നത് 23.33 മാർക്കും. ST കാറ്റഗറിയിൽ ആരും തന്നെ മെയിൻ ലിസ്റ്റിൽ ഉണ്ടായിരുന്നില്ല.
അതുപോലെ മുസ്ലിം റിസർവേഷനിൽ ഒരാൾ മാത്രമാണ് മെയിൻ ലിസ്റ്റിൽ ഉണ്ടായിരുന്നത്. ആളുടെ മാർക്ക് എന്ന് പറയുന്നത് 30 മാർക്കാണ്. അതുപോലെ LC കാറ്റഗറിയിലും മെയിൻ ലിസ്റ്റിൽ ഉണ്ടായിരുന്ന ഒരാൾ മാത്രമാണ്. ആളുടെ മാർക്ക് എന്ന് പറയുന്നത് 22.33 മാർക്കാണ്. OBC കാറ്റഗറിയിലും അതേപോലെ ഒരാൾ മാത്രമായിരുന്നു മെയിൻ ലിസ്റ്റിൽ ഉണ്ടായിരുന്നത്. ആളുടെ മാർക്ക് എന്ന് പറയുന്നത് 22.33 മാർക്കാണ്. വിശ്വകർമ്മ കാറ്റഗറി റിസർവേഷനുള്ള 3 പേരായിരുന്നു മെയിൻ ലിസ്റ്റിൽ ഉണ്ടായിരുന്നത്. അല്ല ഹയസ്റ്റ് മാർക്ക് എന്ന് പറയുന്നത് 29.33, ലോവസ്റ്റ് മാർക്ക് 24 മാർക്കും. SIUC നാടാറിലെ ഒരാൾ മാത്രമാണ് അവർ കാറ്റഗറിയിൽ നിന്നുണ്ടായിരുന്നത് മെയിൻ ലിസ്റ്റിൽ. അയാളുടെ മാർക്ക് എന്ന് പറയുന്നത് 24 മാർക്കാണ്. ബാക്കിയുള്ള റിസർവേഷൻ കാറ്റഗറിയിൽ നിന്ന് ആരും തന്നെ മെയിൻ ലിസ്റ്റിൽ ഉണ്ടായിരുന്നില്ല. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ റിസർവേഷൻ കാറ്റഗറി ഏതാണോ ആ ഒരു കാറ്റഗറിയിൽ നിന്നും എത്ര പേര് മെയിൻ ലിസ്റ്റിൽ ഉണ്ടായിരുന്നു, ആളുടെ മാർക്ക് എത്രയാണ്, അല്ലെങ്കിൽ ഹയസ്റ്റ് മാർക്ക് എത്രയാണ്, ലോവസ്റ്റ് മാർക്ക് എത്രയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. ഇനി നമുക്ക് സപ്ലിമെന്ററി ലിസ്റ്റിലേക്ക് കടക്കാം. ഇഴവത്തിയ ബില്ലവ ആ ഒരു സപ്ലിമെന്ററി ലിസ്റ്റിൽ 8 പേരായിരുന്നു ഉണ്ടായിരുന്നത്. 8 പേരാണ് ഇഴവത്തിയ ബില്ലവയുടെ സപ്ലിമെന്ററി ലിസ്റ്റിൽ ഉണ്ടായിരുന്നത്. അതിൽ ഹയസ്റ്റ് മാർക്ക് എന്ന് പറയുന്നത് 21.33. സ്വാഭാവികമായിട്ടും കട്ട് ഓഫിനേക്കാൾ, അത് മെയിൻ ലിസ്റ്റിൽ ഏറ്റവും ലോവസ്റ്റ് മാർക്ക് 22.33, അതിനേക്കാളും താഴെയായിരിക്കും സപ്ലിമെന്ററി ലിസ്റ്റിലുള്ള എല്ലാവരുടെയും മാർക്ക്. അപ്പൊ ഇതിൽ ഇഴവത്തിയ ബില്ലവയുടെ ഹയസ്റ്റ് മാർക്ക്, ആ ഒരു സപ്ലിമെന്ററി ലിസ്റ്റിലെ ഹയസ്റ്റ് മാർക്ക് 21.33, ലോവസ്റ്റ് മാർക്ക് 18.33 ആണ്. SC കാറ്റഗറിയിൽ 5 പേരാണ് സപ്ലിമെന്ററി ലിസ്റ്റിൽ ഉണ്ടായിരുന്നത്. അതിൽ ഹയസ്റ്റ് മാർക്ക് 18.67, ലോവസ്റ്റ് മാർക്ക് 15.67. നിങ്ങൾക്ക് ഇങ്ങനെ എല്ലാ കാറ്റഗറിയുടെയും എത്ര പേര് ആ ഒരു സപ്ലിമെന്ററി ലിസ്റ്റിൽ ഉണ്ടായിരുന്നു, അതിൽ സപ്ലിമെന്ററി ലിസ്റ്റിലെ ഹയസ്റ്റ് മാർക്ക് എത്രയാണ്, ലോവസ്റ്റ് മാർക്ക് എത്രയാണ്, ആ ഒരു ഡാറ്റ നിങ്ങൾക്ക് ഒരു ടേബിളിൽ കാണാട്ടോ. അപ്പൊ നിങ്ങളുടെ റിസർവേഷൻ കാറ്റഗറി ഏതാണോ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. അതുപോലെ ഡിഫറെന്റ്ലി ഏബിൾഡ് കാറ്റഗറിയിലും ഓരോ റിസർവേഷൻ വിഭാഗത്തിൽ എത്ര പേരാണ് ലിസ്റ്റിൽ ഉണ്ടായിരുന്നത്, സപ്ലിമെന്ററി ലിസ്റ്റിൽ ഉണ്ടായിരുന്നത്, അവരുടെ ഹയസ്റ്റ് മാർക്കും ലോവസ്റ്റ് മാർക്കും ഈ ഒരു ടേബിളിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ റിസർവേഷൻ ഏതാണോ അതുമായിട്ട് ബന്ധപ്പെട്ട ഡാറ്റാസ് നോട്ട് ചെയ്ത് വെക്കാം. അപ്പോൾ പത്തനംതിട്ട ജില്ലയിലെ മെയിൻ ലിസ്റ്റിലും സപ്ലിമെന്ററി ലിസ്റ്റിലും ഓരോ റിസർവേഷൻ കാറ്റഗറിയിൽ നിന്നും ഉൾപ്പെട്ട കാൻഡിഡേറ്റ്സിന്റെ എണ്ണം, അതുപോലെ അവരുടെ ഹയസ്റ്റ് മാർക്ക്, ലോവസ്റ്റ് മാർക്ക് എന്നീ വിവരങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. ഇനി നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് അഡ്വൈസ് ഡീറ്റെയിൽസ് ആണ്. അതായത് ഓരോ റിസർവേഷൻ കാറ്റഗറിയിൽ നിന്നും ഏറ്റവും അവസാനം അഡ്വൈസ് പോയ ആളുടെ റാങ്ക് എത്രയാണ്, അല്ലെങ്കിൽ ഏറ്റവും അവസാനം അഡ്വൈസ് പോയ ആളുടെ മാർക്ക് എത്രയാണ് എന്നീ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അതിലേക്ക് കടക്കുന്നതിന് മുൻപായിട്ട് സ്റ്റാറ്റിസ്റ്റിക്സ്, മാത്തമാറ്റിക്സ്, കൊമേഴ്സ്, എക്കണോമിക്സ് എന്നീ വിഷയങ്ങൾ പ്രധാന വിഷയമായി വരുന്ന കേരള PSC പരീക്ഷകൾ, അതായത് കഴിഞ്ഞ തവണത്തെ സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റ് ഗ്രേഡ് 2 എക്സാം, അതുപോലെ 2024 ജൂണിൽ നടന്ന റിസർച്ച് അസിസ്റ്റന്റ് പരീക്ഷ, അതുപോലെ കഴിഞ്ഞ വർഷം നടന്ന റിസർച്ച് ഓഫീസർ പരീക്ഷ എന്നീ 3 പരീക്ഷകളിലും ലേൺ ഫാസ്റ്റ് എഡ്യൂക്കേറ്റ് നേടിയ നേട്ടങ്ങളെ കുറിച്ച് കുറച്ച് നിമിഷങ്ങൾ. അപ്പോൾ നമുക്ക് അഡ്വൈസ് ഡീറ്റെയിൽസിലേക്ക് കടക്കാം. ഓപ്പൺ കോമ്പറ്റീഷൻ വിഭാഗത്തിൽ, അതായത് നമ്മളുടെ റിസർവേഷൻ കാറ്റഗറിയിലൊന്നും കൺസിഡർ ചെയ്യാതെ തന്നെ മാർക്കിന്റെ അടിസ്ഥാനത്തിൽ, അപ്പൊ 10ാമത്തെ റാങ്കുള്ള ആൾക്കാണ് അവസാനമായിട്ട് ഓപ്പൺ കോമ്പറ്റീഷൻ കാറ്റഗറിയിൽ നിന്നും അഡ്വൈസ് പോയിട്ടുള്ളത്. ആളുടെ മാർക്ക് എന്ന് പറയുന്നത് 29 മാർക്കായിരുന്നു. അതുപോലെ 27ാമത്തെ റാങ്കുള്ള ആൾക്കാണ് ഇഴവത്തിയ ബില്ലവ റിസർവേഷൻ കാറ്റഗറിയിൽ നിന്നും ലാസ്റ്റ് അവസാനമായിട്ട് അഡ്വൈസ് പോയത്. അവസാനം അഡ്വൈസ് പോയ ആളുടെ മാർക്ക് എന്ന് പറയുന്നത് 23.67 മാർക്കാണ്. SC കാറ്റഗറിയിൽ അവസാനമായിട്ട് ആ ഒരു റാങ്കിൽ നിന്ന് അഡ്വൈസ് പോയത് 26ാമത്തെ റാങ്കുള്ള ആൾക്കാണ്, 26ാമത്തെ റാങ്കുകാരനാണ്. SC കാറ്റഗറിയിൽ ആ ഒരു വിഭാഗത്തിൽ നിന്നും അവസാനമായിട്ട് അഡ്വൈസ് പോയത്. അഡ്വൈസ് പോയ ആളുടെ മാർക്ക് എന്ന് പറയുന്നത് 23.67 ആണ്. ST കാറ്റഗറിയിൽ ആർക്കും തന്നെ അഡ്വൈസ് പോയിട്ടില്ല. മുസ്ലിം കാറ്റഗറിയിലെ സപ്ലിമെന്ററി ലിസ്റ്റിലെ സെക്കൻഡ് റാങ്ക്, അവസാനമായിട്ട് ആ ഒരു കാറ്റഗറിയിൽ നിന്ന് സപ്ലിമെന്ററി ലിസ്റ്റിലെ സെക്കൻഡ് റാങ്കുള്ള ആൾക്കാണ് അവസാനമായിട്ട് അഡ്വൈസ് പോയത്. ആളുടെ മാർക്ക് എന്ന് പറയുന്നത് 20.67 മാർക്കാണ്. അതുപോലെ മെയിൻ ലിസ്റ്റിലെ 8ാമത്തെ റാങ്കുള്ള ആൾക്കാണ് അവസാനമായിട്ട് വിശ്വകർമ്മ കാറ്റഗറിയിൽ നിന്നും അഡ്വൈസ് പോയിട്ടുള്ളത്. അഡ്വൈസ് പോയ ആളുടെ മാർക്ക് എന്ന് പറയുന്നത് 29.33 ആണ്. ബാക്കി താഴെ കൊടുത്തിരിക്കുന്ന എല്ലാ റിസർവേഷൻ കാറ്റഗറിയിൽ നിന്നും അഡ്വൈസുകളൊന്നും പോയിട്ടില്ല. അവരുടെ ഊഴം അനുസരിച്ച് നമ്മുടെ PSCയുടെ റൊട്ടേഷൻ ചാർട്ട് പ്രകാരമാണ് അഡ്വൈസുകൾ പോവുക. അപ്പൊ അവരുടെ ഊഴം വരുന്നതനുസരിച്ചായിരിക്കും ആ അഡ്വൈസുകൾ പോകുന്നത് കേട്ടോ. അതുപോലെ ഡിഫറെന്റ്ലി ഏബിൾഡ് കാറ്റഗറിയിൽ ഹിയറിംഗ് ഇംപയർമെന്റ് വിഭാഗത്തിലുള്ള സപ്ലിമെന്ററി ലിസ്റ്റിലെ ആദ്യത്തെ റാങ്കുള്ള ആൾക്കാണ് അവസാനമായിട്ട് അഡ്വൈസ് പോയത്. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ റിസർവേഷൻ കാറ്റഗറിയിൽ നിന്നും
അവസാനമായിട്ട് ഏത് റാങ്കുള്ള ആൾക്കാണ് അവസാനമായിട്ട് ആ വിഭാഗത്തിൽ അഡ്വൈസ് പോയിട്ടുള്ളത്, അതുപോലെ ആ അഡ്വൈസ് പോയ ആളുടെ മാർക്ക് എത്രയാണെന്നൊക്കെ നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. ഈ ഒരു വീഡിയോയിൽ നമ്മൾ പത്തനംതിട്ട ജില്ലയിലെ ഡീറ്റെയിൽസ് ആണ് കണ്ടത് അല്ലെ. എത്ര പേര് കൺഫർമേഷൻ നൽകി, എത്ര പേര് എക്സാം എഴുതി. വെറും 722 പേര് മാത്രമാണ് ഈ ഒരു ജില്ലയിൽ എക്സാം എഴുതിയിട്ടുള്ളത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. സാധാരണ ജനറൽ PSC പരീക്ഷകൾക്കൊക്കെ ലക്ഷക്കണക്കിന് ആളുകളാണ് നമ്മളുടെ ഒപ്പം കോമ്പീറ്റ് ചെയ്യാനായിട്ട് ഉണ്ടാവുക. ഈ ഒരു പരീക്ഷയിൽ ആ ഒരു ജില്ലയിൽ, പത്തനംതിട്ട ജില്ലയിൽ വെറും 722 പേര് മാത്രമായിരുന്നു എക്സാം എഴുതിയത്. ഇതുപോലൊരു എക്സാം നിങ്ങൾ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ? അതുകൊണ്ട് തന്നെ ഈ ഒരു പരീക്ഷയ്ക്ക് വേണ്ടി നിങ്ങൾ എല്ലാവരും ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കണം കേട്ടോ. നന്നായിട്ട് പഠിക്കുക. നമുക്കൊരു 6 മാസം മുൻപിലുണ്ട്. എല്ലാ ദിവസവും നമ്മളുടെ ആ ഒരു ജില്ലയുടെ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ രജിസ്റ്റർ നമ്പറും നിങ്ങളുടെ പേരും ആ ഒരു ടോപ്പ് റാങ്കിൽ തന്നെ ഉണ്ടാവണം എന്നുള്ള ഒറ്റ ലക്ഷ്യത്തിൽ നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. ഈ ഒരു 6 മാസക്കാലം നിങ്ങൾ ആത്മാർത്ഥമായിട്ട് പരിശ്രമിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ആ ഒരു ലിസ്റ്റിൽ ഏറ്റവും ടോപ്പ് റാങ്കിലേക്ക് എത്തുവാനായിട്ട് സാധിക്കും. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഈ ഒരു പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കേണ്ടത്, തയ്യാറെടുക്കേണ്ടത്? സബ്ജക്ട് ബേസ്ഡ് എക്സാമുകളിൽ, അതായത് പ്രത്യേകമായിട്ടും സ്റ്റാറ്റിസ്റ്റിക്സ്, മാത്തമാറ്റിക്സ്, കൊമേഴ്സ്, എക്കണോമിക്സ് എന്നീ വിഷയങ്ങൾ പ്രധാന വിഷയമായി വരുന്ന സബ്ജക്ട് ബേസ്ഡ് എക്സാമുകളിൽ PSC ചോദ്യങ്ങൾ ചോദിക്കുന്ന ഒരു രീതിയുണ്ട്. ആ ഒരു രീതി മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മൾ പഠിക്കുവാനായിട്ട്. ആ ഒരു രീതി മനസ്സിലാക്കി അനലൈസ് ചെയ്തുകൊണ്ടാണ് ലേൺ ഫാസ്റ്റ് എഡ്യൂക്കേറ്റിൽ എല്ലാ ക്ലാസ്സുകളും എല്ലാ മോക്ക് ടെസ്റ്റുകളും പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഒരു തെളിവാണ് 2024 ജൂണിൽ നടന്ന റിസർച്ച് അസിസ്റ്റന്റ് പരീക്ഷ. ആ ഒരു പരീക്ഷയിൽ ഇതേപോലെ തന്നെ സ്റ്റാറ്റിസ്റ്റിക്സ്, മാത്തമാറ്റിക്സ്, കൊമേഴ്സ്, എക്കണോമിക്സ് ആയിരുന്നു പ്രധാന വിഷയങ്ങളായിട്ട് പഠിക്കുവാനായിട്ടുണ്ടായിരുന്നത്. ആ ഒരു പരീക്ഷയിൽ ലേൺ ഫാസ്റ്റ് എഡ്യൂക്കേറ്റിൽ പഠിപ്പിച്ച ഭാഗങ്ങളിൽ നിന്നും 64 ചോദ്യങ്ങളാണ് നമ്മളുടെ മെയിൻ എക്സാമിന് വന്നത്. 64 ചോദ്യങ്ങൾ, എക്സാക്ട്ലി സെയിം ആയിട്ടുള്ള ചോദ്യങ്ങൾ, സിമിലർ ആയിട്ടുള്ള ചോദ്യങ്ങൾ, പഠിച്ച കാര്യങ്ങൾ അപ്ലൈ ചെയ്യേണ്ട ചോദ്യങ്ങൾ, അങ്ങനെ 64 ചോദ്യങ്ങളാണ് ഒരു പരീക്ഷയ്ക്ക് വന്നത്. ആ 64 ചോദ്യങ്ങൾ ഏതൊക്കെ ക്ലാസ്സിലാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്, ഏതൊക്കെ മോക്ക് ടെസ്റ്റിലെ ചോദ്യങ്ങളാണ്, അല്ലെങ്കിൽ ഏത് ക്ലാസ്സിൽ പഠിപ്പിച്ച കാര്യങ്ങൾ അപ്ലൈ ചെയ്തിട്ടുള്ള ചോദ്യങ്ങൾ എന്നിങ്ങനെയുള്ള കംപ്ലീറ്റ് വിവരങ്ങൾ യൂട്യൂബിൽ ഒരു വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അത് കണ്ടു നോക്കാം. അപ്പോൾ ആ ഒരു PSC ചോദ്യങ്ങൾ ചോദിക്കുന്ന രീതി മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ലേൺ ഫാസ്റ്റ് എഡ്യൂക്കേറ്റിന്റെ എല്ലാ ക്ലാസ്സുകളും തയ്യാറാക്കുന്നത്. അതിന്റെ ഫലം തന്നെയായിരുന്നു 64 ചോദ്യങ്ങൾ വന്നതും. മാത്രമല്ല, റിസർച്ച് അസിസ്റ്റന്റ് പരീക്ഷയിൽ വെറും 159 പേര് മാത്രം അടങ്ങുന്ന ഷോർട്ട് ലിസ്റ്റിൽ ഇടം നേടിയത് 37 പേരാണ്. അത് സ്റ്റേജ് വൈഡ് എക്സാം ആണ്. 37 പേരും ലേൺ ഫാസ്റ്റിലെ സ്റ്റുഡൻസ് ആയിരുന്നു. 19 പേരാണ് മെയിൻ ലിസ്റ്റിൽ മാത്രമുള്ളത്. 19 പേര് മെയിൻ ലിസ്റ്റിലും 18 പേര് സപ്ലിമെന്ററി ലിസ്റ്റിലും. അതുപോലെ 2022 സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റ് ഗ്രേഡ് 2 പരീക്ഷയിൽ ലേൺ ഫാസ്റ്റ് എഡ്യൂക്കേറ്റിൽ നിന്നും 55 റാങ്ക് ഹോൾഡേഴ്സ് ആണ് ഉണ്ടായിരുന്നത്. 55 റാങ്കുകൾ, 1, 2, 3, 4, 5 റാങ്കുകൾ ഉൾപ്പെടെ വിവിധ ജില്ലകളിലായി 55 റാങ്കുകൾ. എങ്ങനെയാണ് ഇത് സാധ്യമാവുക? PSC പരീക്ഷയിൽ ചോദ്യങ്ങൾ ചോദിക്കുന്ന ഒരു രീതിയുണ്ട്. ആ ഒരു രീതി മനസ്സിലാക്കി വേണം നമ്മൾ പഠിക്കുവാനായിട്ട്. ഞങ്ങൾ ക്ലാസ്സിൽ പഠിപ്പിക്കുന്നതും അതുപോലെ മോക്ക് ടെസ്റ്റിൽ ഇടുന്ന ക്വസ്റ്റ്യൻസും നിങ്ങൾ ആത്മാർത്ഥമായിട്ട് പഠിക്കുകയും പ്രാക്ടീസ് ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇനി വരാൻ പോകുന്ന 2025 സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റ് ഗ്രേഡ് 2 പരീക്ഷയുടെ റാങ്ക് ലിസ്റ്റിൽ നിങ്ങളുടെ പേരും ഏറ്റവും ടോപ്പ് റാങ്കിൽ ഉണ്ടാവുമെന്നതിൽ ഒരു സംശയവുമില്ല. ഈ 2025 നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ നിങ്ങൾക്കൊരു ഗവൺമെന്റ് ജോലി നേടുവാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നിങ്ങളോടൊപ്പം ലേൺ ഫാസ്റ്റ് എഡ്യൂക്കേറ്റ് എന്നും ഉണ്ടാവും. താങ്ക് യു.